മൂന്നാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 6 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, എ ജേർണി ത്രൂ കേരള. കേരളക്കരയിലൂടെ. Some of the important sites in Kerala are given below. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. First one, Legislative Assembly, നിയമസഭാ മന്ദിരം. Second one, Bekal Fort, ബേക്കൽ കോട്ട. Third one, എടക്കൽ Caves, എടക്കൽ ഗുഹ. Fourth one, ഇടുക്കി ഡാം. ഇനി എന്തൊക്കെയാണ് ചോദ്യങ്ങൾ തന്നിരിക്കുന്നതെന്ന് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പുട്ട് നമ്പേഴ്സ് ഓൺ ദ ഡിസ്ട്രിക്ട്സ് ഇൻ ദ മാപ്പ് where these places are located. താഴെ നൽകിയിരിക്കുന്ന കേരളത്തിന്റെ ഭൂപടം കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ ഓരോ സ്ഥലവും സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതാണെന്ന് കണ്ടെത്തി ആ ജില്ലകളിൽ ചിത്രങ്ങളുടെ നമ്പർ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. രണ്ടാമത്തെ ചിത്രത്തിലെ ബേക്കൽ ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. മൂന്നാമത്തെ ചിത്രത്തിലെ എടക്കൽ കേവ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. നാലാമത്തെ ചിത്രത്തിലെ ഇടുക്കി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് യുവർ ഡിസ്ട്രിക്ട് ഇൻ ദ മാപ്പ് ആൻഡ് കളർ ഇറ്റ്. ഭൂപടത്തിൽ കൂട്ടുകാരുടെ ജില്ല ഏതാണെന്ന് കണ്ടെത്തി അതിന് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരുടെ ജില്ല ഏതാണെന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ? ഏതാണെന്ന് മനസ്സിലാക്കി കൂട്ടുകാർ നിറം നൽകുമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ നൈബറിംഗ് ഡിസ്ട്രിക്ട്സ് ഓഫ് വയനാട്. വയനാട് ജില്ലയുടെ അയൽ ജില്ലകൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ്? കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? പുട്ട് എ ടിക്ക് മാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഓപ്ഷനുകളാണ് കൂട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്? കാസർഗോഡ്, വയനാട്, പാലക്കാട്, കോഴിക്കോട്. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? പാലക്കാട്. ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇടുക്കിയാണ് കേട്ടോ. ആക്ടിവിറ്റി 2, പ്ലാൻ ലോർ, ചെടി വിശേഷം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാബിൽ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റിന്റെ പാർട്സ് ഏതെല്ലാമാണ്? ലീഫ് ഇല, ഫ്രൂട്ട് കായ, റൂട്ട് വേര്, സ്റ്റെം തണ്ട്, ഫ്ലവർ പൂവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ചിത്രം നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? റൂട്ട്, വേരാണ് അല്ലേ? റൂട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാമാണ്? ഐ കീപ് പ്ലാന്റ്സ് ഫിക്സഡ് ഇൻ ദ സോയിൽ. ഞാനാണ് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? തണ്ടാണ്, സ്റ്റെം അല്ലേ? സ്റ്റെമ്മിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഐ ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ ലീവ്സ്. ജലവും ലവണങ്ങളും ഇലകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഞാനാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഇലകളാണ് അല്ലേ? എന്താണ് ഇലകളുടെ പ്രത്യേകത? ഐ പ്രിപ്പയേഴ്സ് ഫുഡ് ഫോർ പ്ലാന്റ്സ്. ചെടികൾക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നത് ഞാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഈസ് നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദ പ്ലാന്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഒരു സസ്യത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് സസ്യത്തിന്റെ ഏതു ഭാഗമാണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? റൂട്ട് വേര്, ലീഫ് ഇല, ഫ്രൂട്ട് കായ, ഫ്ലവർ പൂവ്. ഏതാണ് ഒരു സസ്യത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം? ലീഫ് ഇലകളാണ് അല്ലേ? ആക്ടിവിറ്റി 3, അറ്റൻഷൻ പാസഞ്ചേഴ്സ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സിഗ്നൽ ലൈറ്റ്സ് ആർ ഗിവൺ ബിലോ. അടയാള വിളക്കുകളാണ് താഴെ നൽകിയിരിക്കുന്നത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, give suitable color and write what they indicate. ഓരോന്നിനും യോജിച്ച നിറം നൽകി ഓരോ നിറവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്നൽ ലൈറ്റിന്റെ ഏറ്റവും മുകളിലത്തെ നിറം ഏതാണ്? റെഡ് കളറാണ് അല്ലേ? റെഡ് കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റോപ്പ്, നിർത്താൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. സിഗ്നൽ ലൈറ്റിന്റെ രണ്ടാമത് കാണുന്ന നിറം ഏതാണ്? യെല്ലോ കളറാണ്. എന്തിനെയാണ് യെല്ലോ കളർ സൂചിപ്പിക്കുന്നത്? ഗെറ്റ് റെഡി, തയ്യാറാവാൻ വേണ്ടിയാണ്. മൂന്നാമത് കാണുന്ന നിറം ഏതാണ്? ഗ്രീൻ കളറാണ് അല്ലേ? എന്തിനെയാണ് ഗ്രീൻ കളർ സൂചിപ്പിക്കുന്നത്? മൂവ്, നീങ്ങാൻ വേണ്ടിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് against the correct ones and cross mark against the wrong ones. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയാണെങ്കിൽ അതിന് നേരെ ശരി അടയാളവും ശരിയല്ലെങ്കിൽ അതിന് നേരെ തെറ്റ് അടയാളവും ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് തന്നിരിക്കുന്നത്? വാക്ക് along the left side of the road. റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. റോഡിന്റെ വലതുവശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ട്രൈ ടു ബോർഡ് എ റണ്ണിംഗ് വെഹിക്കിൾ. ഓടുന്ന വാഹനത്തിൽ ചാടിക്കയറുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തന്നിരിക്കുന്നത്? ക്രോസ് ദ റോഡ് along the zebra line. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുക. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? നാലാമത് തന്നിരിക്കുന്ന പ്രസ്താവന എന്താണ്? ടു വീലർ റൈഡേഴ്സ് മസ്റ്റ് വിയർ ഹെൽമെറ്റ്സ്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ആക്ടിവിറ്റി 4, know the taste. രുചി അറിയാം. Following are the vegetables collected to prepare food for the school annual day function. സ്കൂൾ വാർഷികാഘോഷത്തിന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ശേഖരിച്ച പച്ചക്കറികളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ പച്ചക്കറികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? കുക്കുംബർ കക്കിരി, പപ്പായ, ക്യാരറ്റ്, ടൊമാറ്റോ തക്കാളി, എലഫന്റ് യാം ചേന, മുരിങ്ങ, പീ പയറ്, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, അമറാന്തസ് ചീര, കൊളോക്കേഷ്യ ചേമ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഗിവൺ വെജിറ്റബിൾസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. തന്നിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം തരം തിരിച്ച് താഴെ കാണുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന പച്ചക്കറികളെ നമ്മൾക്ക് എങ്ങനെയെല്ലാം തരം തിരിക്കാം? ഫുഡ് ടേക്കൺ ഓൺലി കുക്ക്ഡ്, വേവിച്ച് മാത്രം കഴിക്കാവുന്ന ഭക്ഷണം. ഫുഡ് ടേക്കൺ either cooked or uncooked, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാവുന്ന ഭക്ഷണം. തന്നിരിക്കുന്നവയിൽ ഫുഡ് ടേക്കൺ ഓൺലി കുക്ക്ഡ്, വേവിച്ച് മാത്രം കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ്? എലഫന്റ് യാം, മുരിങ്ങ, പീ, പൊട്ടറ്റോ, അമറാന്തസ് ഓർ ചീര, കൊളോക്കേഷ്യ. ഇനി ഫുഡ് ടേക്കൺ either cooked or uncooked, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? കുക്കുംബർ, പപ്പായ, ക്യാരറ്റ്, ടൊമാറ്റോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, put a tick mark to the one which does not belong to the five senses. പഞ്ചേന്ദ്രിയങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തി അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ് തന്നിരിക്കുന്നത്? ഇയർ ചെവി, ഐ കണ്ണ്, ടൂത്ത് പല്ല്, നോസ് മൂക്ക്. പഞ്ചേന്ദ്രിയങ്ങളിൽ പെടാത്തത് ഏതാണ്? ടൂത്ത് പല്ലാണ് അല്ലേ? Some food items and its features are given below. ചില ഭക്ഷ്യ വിഭവങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. The best among tubers. കിഴങ്ങു വർഗ്ഗങ്ങളിൽ കേമൻ, കിങ് ഓഫ് ഫ്രൂട്ട്സ്, പഴങ്ങളുടെ രാജാവ്. Most beautiful among vegetables. പച്ചക്കറികളിൽ ഏറ്റവും ഭംഗിയുള്ളത്. റൈസ് അരി, മാംഗോ മാങ്ങ. മെയിൻ ഫുഡ് ഓഫ് മലയാളീസ്, മലയാളികളുടെ മുഖ്യ ഭക്ഷണം. ക്യാരറ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളിൽ പേരുകേട്ടവൻ. അമറാന്തസ് ഓർ ചീര, ടാപ്പിയോക്ക കപ്പ. ഇനി തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്
according to the example given. ഒരു മാതൃക താഴെ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി ഇതേപോലെ ബാക്കിയുള്ളത് യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന മാതൃക എന്താണ്? കിങ് ഓഫ് ഫ്രൂട്ട്സ്, പഴങ്ങളുടെ രാജാവ് ആരാണ്? മാംഗോ, മാങ്ങയാണ് അല്ലേ? ഇതേപോലെ ഓരോന്നും കണ്ടെത്തി നമ്മൾക്ക് യോജിപ്പിക്കാമല്ലോ. എങ്ങനെയൊക്കെയാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്? ദ ബേഴ്സ് എമംഗ് ട്യൂബേഴ്സ്, കിഴങ്ങുവർഗ്ഗങ്ങളിൽ കേമൻ ആരാണ്? ടാപ്പിയോക്ക, കപ്പയാണ് അല്ലേ? മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് വെജിറ്റബിൾസ്, പച്ചക്കറികളിൽ സുന്ദരി ആരാണ്? ക്യാരറ്റ്. മെയിൻ ഫുഡ് ഓഫ് മലയാളീസ്, മലയാളികളുടെ മുഖ്യ ഭക്ഷണം എന്താണ്? റൈസ്, അരിയാണ് അല്ലേ? മോസ്റ്റ് പോപ്പുലർ എമംഗ് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളിൽ പേരു കേട്ടവൻ ആരാണ്? അമരാന്തസ് ഓർ ചീര. ആക്ടിവിറ്റി 5 ഹൗസസ്, വീടുകൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. വ്യത്യസ്ത തരത്തിലുള്ള വീടുകളുടെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡ് ഹൗസസ് ആർ ഗിവൺ ബിലോ. വീട് നിർമ്മാണത്തിന് വേണ്ട ചില വസ്തുക്കളാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ബ്രിക്ക്, ഇഷ്ടിക, സ്റ്റോൺ, കല്ല്, സിമന്റ്, ബ്ലാക്ക് സ്റ്റോൺ, കരിങ്കല്ല്, കോക്കനട്ട് ലീവ്സ്, തെങ്ങോല, ടൈൽസ്, ഓട്, സാൻഡ്, മണൽ, റെഡ് സ്റ്റോൺ, ചെങ്കല്ല്, അലൂമിനിയം ഷീറ്റ്, അയൺ ബാർ, ഇരുമ്പു കമ്പി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഈച്ച് പാർട്ട് ഓഫ് ഹൗസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. വീടിന്റെ ഓരോ ഭാഗവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരെഴുതി താഴെ കാണുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോർ, വീടിന്റെ തറ നിർമ്മിക്കാൻ തന്നിരിക്കുന്നവയിൽ നിന്നും ഏതെല്ലാം വസ്തുക്കളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സാൻഡ്, സിമന്റ്, ബ്ലാക്ക് സ്റ്റോൺ. ഇനി വോൾ, വീടിന്റെ ചുമർ നിർമ്മിക്കാൻ നമ്മൾ എന്തെല്ലാം വസ്തുക്കളാണ് തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്? ബ്രിക്ക്, സ്റ്റോൺ, സിമന്റ്, റെഡ് സ്റ്റോൺ. ഇനി റൂഫ്, മേൽക്കൂര നിർമ്മിക്കാൻ എന്തെല്ലാം വസ്തുക്കളാണ് നമ്മൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്? അലൂമിനിയം ഷീറ്റ്, അയൺ ബാർ, കോക്കനട്ട് ലീവ്സ്, ടൈൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗസ് മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്സ്, പുട്ട് എ ടിക്ക് മാർക്ക്. ഐസ് കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടിന് ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രീ ഹൗസ് ഓർ ഏറുമാടം, സെക്കൻഡ് വൺ ഫ്ലാറ്റ്, തേർഡ് വൺ ഇൻ, ഫോർത്ത് വൺ ഇഗ്ലൂ. ഏതാണ് ഐസ് കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീട്? ഇഗ്ലൂ ആണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഹൗസസ്. വീടുകൾ കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഗിവ് ഷെൽട്ടർ, നമ്മൾക്ക് തണൽ തരുന്നു. പ്രൊട്ടക്ട് അസ് ഫ്രം ഹീറ്റ്, കോൾഡ് ആൻഡ് റെയിൻ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നുമെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട് അസ് ഫ്രം ഹാംഫുൾ ക്രിയേച്ചേഴ്സ്, ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നും നമ്മൾക്ക് രക്ഷ നൽകുന്നു. ഗിവ് സെക്യൂരിറ്റി, നമ്മൾക്ക് സുരക്ഷ നൽകുന്നു. കൂട്ടുകാർ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 6 നോ ദ എർത്ത്, ഭൂമിയെ അറിയാം. ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ മാതൃകയാണ് എന്ത്? ഗ്ലോബ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഗ്ലോബ്. ഗ്ലോബിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൂട്ടുകാരോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് എർത്ത്, ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. ദ ബ്ലൂ കളർ ഓൺ ദ ഗ്ലോബ് ഇൻഡിക്കേറ്റ്സ് സീ, ഗ്ലോബിലെ നീല നിറം സൂചിപ്പിക്കുന്നത് സമുദ്രമാണ്. ദ അതർ കളേഴ്സ് ഇൻഡിക്കേറ്റ് ലാൻഡ്, മറ്റു നിറങ്ങൾ സൂചിപ്പിക്കുന്നത് കരയാണ്. ദ ലാൻഡ് ഈസ് ഓൺലി ഹാഫ് ദ പോർഷൻ ഓഫ് ദ സീ ഓൺ ദ എർത്ത്, ഭൂമിയിൽ കടൽ ഭാഗത്തിന്റെ പകുതി മാത്രമേ കരഭാഗമുള്ളൂ. നെക്സ്റ്റ് വൺ, ദ പിക്ചർ ഓഫ് ആൻ എക്സ്പെരിമെന്റ് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ ദ ക്ലാസ് റൂം ഈസ് ഗിവൺ ബിലോ. ക്ലാസ്സിൽ വെച്ച് കൂട്ടുകാർ ഇത്തരം ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ പരീക്ഷണത്തിന്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം? റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്, കൂട്ടുകാരുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പരീക്ഷണത്തിന്റെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? ഇറ്റ് ഈസ് ഡാർക്ക് വേർ ഇറ്റ് വാസ് ബ്രൈറ്റ് ആൻഡ് ബ്രൈറ്റ് വേർ ഇറ്റ് വാസ് ഡാർക്ക്. വെളിച്ചമുണ്ടായിരുന്ന സ്ഥലത്ത് ഇരുട്ടും ഇരുട്ടുണ്ടായിരുന്ന സ്ഥലത്ത് വെളിച്ചവും കാണപ്പെടുന്നു. ഇഫ് വി കൺസിഡർ ദ ഗ്ലോബ് ആസ് ദ എർത്ത് ആൻഡ് ദ ടോർച്ച് ആസ് ദ സൺ,
പ്ലേസസ് ഓൺ ദ എർത്ത് വേർ സൺലൈറ്റ് ഫാൾസ് എക്സ്പീരിയൻസ് ഡേ. ഇനി നമ്മൾ ഗ്ലോബ് ഭൂമിയായും ടോർച്ച് സൂര്യനായും സങ്കല്പിക്കുക. സൂര്യപ്രകാശം വീഴുന്ന ഭൂമിയുടെ ഭാഗങ്ങളിൽ പകൽ അനുഭവപ്പെടുന്നു. വൈൽ places where does not fall sunlight experience night. സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, who discovered that the earth is round in shape? Put a tick mark. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് താഴെ നൽകിയിരിക്കുന്നവയിൽ ആരാണ്? അതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഐൻസ്റ്റീൻ, സെക്കൻഡ് വൺ മെഗല്ലൻ, തേർഡ് വൺ ഐസക് ന്യൂട്ടൺ, ഫോർത്ത് വൺ എഡിസൺ. ആരാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്? മെഗല്ലൻ ആണ് അല്ലേ? കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സോ പ്ലേലിസ്റ്റോ ചെക്ക് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.